CPM സ്വന്തം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന സമയത്ത്, സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന സമയത്ത് പോലും സമാഹരിക്കാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സരിന്റെ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ. സരിനെ സംബന്ധിച്ച് സരിൻ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് വോട്ടായിരുന്നു ഇത്തവണ പിടിച്ചിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ CPM-ന്റെ വോട്ട് ബേസിൽ ഇതൊരു ബൈപോളാർ കോൺടെസ്റ്റ് ആയി മാറുമ്പോൾ വലിയൊരു ഇറോഷൻ സംഭവിച്ചിരുന്നു എങ്കിൽ അത് തീർച്ചയായും സരിന് കൂടി വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇത്തവണ ഈ കാര്യങ്ങൾ സരിനെ വിശദീകരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം LDF-നെ സംബന്ധിച്ച് LDF-ന്റെ വോട്ട് കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല കൂടി. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് 2021-നെയും 2024 ലോക്സഭയും അപേക്ഷിച്ച് നോക്കിയാൽ LDF-ന്റെ പ്രകടനം ബെറ്റർ ആണ് എന്ന് മാത്രമല്ല അവരുടെ ശക്തി കേന്ദ്രങ്ങൾ, ഇപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ചിഹ്നമില്ലാത്ത CPM-കാരനല്ലാത്ത കോൺഗ്രസിൽ നിന്ന് തലേദിവസം വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് CPM-ന് വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ. എന്നാൽ നോക്കൂ, LDF തരംഗം ഉണരണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 രാഷ്ട്രീയ കാലാവസ്ഥയല്ല 2024. LDF തരംഗം സംസ്ഥാന വ്യാപകമായി ആഞ്ഞെടുക്കുകയും 99 സീറ്റുകൾ LDF-ന് കിട്ടുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പി സരിന് ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നല്ല രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ കണ്ണാടിയിലും മാത്തൂരിലും CPM-ന്റെ വോട്ടുകൾ, CPM-ന് സമാഹരിക്കാൻ കഴിയുന്ന മുഴുവൻ വോട്ടുകളും നേടിയിട്ടുണ്ട്. അവസാനത്തെ 4 റൗണ്ടുകളിൽ LDF പോലും ചെയ്തു. അതുകൊണ്ട് സരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. LDF-ന് അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പോസിറ്റീവായി എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് LDF-ന് സംഭവിച്ചത്, പാലക്കാട് സംഭവിച്ചത് സരിനൊരു ക്രിസ്റ്റൽ ക്ലിയർ സഖാവാണ് എന്നത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു.